കേരളത്തിൽ ആദ്യം മുതൽ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും നിസ്സംശയം പറയും തൃശ്ശൂരെന്ന്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ത്രികോണ മത്സരം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. ബി ജെ പിക്ക് ഒരു താമര വിരിയുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു, മിക്കവാറും 3 താമര വിരിയാനാണ് സാധ്യത. അതിലൊന്ന് ആറ്റിങ്ങലും തൃശ്ശൂരുമാണ് എന്നവർ കരുതുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ അവിടെ 3-ാം സ്ഥാനത്താവും എന്ന് എല്ലാവരും പറയുകയും ചെയ്തു. ശശി തരൂരിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെതായ പാർട്ടിയുടെ വോട്ടുകൾ അവിടെയുണ്ട്. കഴിഞ്ഞ തവണ കുമ്മൻ രാജശേഖരൻ പിടിച്ച വോട്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന് പിടിക്കാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഞാൻ ഈ മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ള എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, ശശി തരൂർ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് ബാങ്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പിടിച്ച ഭൂരിപക്ഷം ചിലപ്പോൾ നിലനിർത്തിയേക്കാം. LDFിൻ്റെ വോട്ട് LDF വർദ്ധിപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് പന്ന്യൻ രവീന്ദ്രൻ്റെ ജനകീയത അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി ജനങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യത. പക്ഷേ BJP വിജയിക്കുമോ എന്ന പേടിയിൽ നിന്ന് ചിലപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ മണ്ഡലത്തിലുണ്ട്. ഈ UDF എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ശശി തരൂരിന് വേണ്ട വോട്ട് വെറും UDFിൻ്റെ വോട്ടല്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ശശി തരൂരിന് അനുകൂലമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ നഗരമേഖലയിലൊക്കെ BJP തന്നെയാണ് വോട്ട് പിടിക്കാറ്. ഇതിൻ്റെ തീരദേശ മേഖലകളിലുള്ള മണ്ഡലങ്ങളിലൊക്കെയാണ് UDFിൻ്റെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം ഒരു UDF അനുകൂല മണ്ഡലമാണെങ്കിലും UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ UDFിന് വോട്ടുകൾ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നതിൻ്റെ നഗരത്തിനപ്പുറത്തുള്ള മേഖലയാണ്. അതായത് അതിൻ്റെ റിമോട്ട് ഏരിയകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ശശി തരൂർ അവിടെ വിജയിച്ച് കയറുന്നത്. ഇത്തവണയും ആ മണ്ഡലം ശശി തരൂർ വിജയിക്കും. BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് ഇത്തവണ നേടാനാവില്ല. പന്ന്യൻ രവീന്ദ്രൻ CPI LDFിന് വേണ്ടി പിടിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയാൻ സാധ്യതയില്ല, അത് കൂടാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ BJP തങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് കുറയും, LDFിൻ്റെ വോട്ട് പെർസെൻറ്റേജ് കൂടും. വിജയിക്കുന്നത് വിശ്വപൗരൻ തന്നെയായിരിക്കും.